കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവർ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവിൻ്റെ അടുത്ത് വന്ന നിക്കോദോമസിനോട് യേശു കർത്താവ് പറയുന്ന കാര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യം കാണാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, നമ്മളെ ഒന്നുകൂടെ ജനിച്ചാൽ, നമ്മൾ പുതുതായിട്ട് ജനിച്ചാൽ നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരും. നമുക്കറിയാം, നമ്മളൊരു രാജ്യത്തിൻ്റെ ഭാഗമായി തീരുന്നത് ജനനം കൊണ്ടാണ്. ഞാനൊരു ഇന്ത്യക്കാരനായി തീർന്നത് ഞാൻ ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ടാണ്. ഇന്ത്യയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനാകത്തില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരുന്നതും ഒരു ജനനം കൊണ്ടാണ്. അതിന് വീണ്ടും ജനനം എന്ന് പറയും. നമ്മൾ സാധാരണ ഭൂമിയിലേക്ക് വന്നത് ഒരു മനുഷ്യൻ്റെ ഒരു കുടുംബത്തിലേക്ക് അപ്പൻ്റെ അമ്മയുടെയും മകളായി നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നു. ഇനി യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് അത് നമ്മൾ വ്യക്തിപരമായി യേശുവിൽ വിശ്വസിക്കുമ്പോൾ, ആ വ്യക്തിപരമായി ആരെ യേശുവിനെ വിശ്വസിക്കുന്നോ അവർ വീണ്ടും ജനിക്കുന്നു. വീണ്ടും ജനിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ്, ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടാണ്. യേശു കർത്താവിൻ്റെ കുടുംബത്തിൽ, ദൈവത്തിൻ്റെ കുടുംബത്തിൽ ജനിക്കാൻ നമുക്ക് കർത്താവ് തരുന്ന അവസരമാണ്, ഭാഗ്യമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനം ഒരു മതം മാറ്റമല്ല, വീണ്ടും ജനനം ഒരു സമുദായത്തിൽ ഒരു മാറ്റമല്ല. പകരം വീണ്ടും ജനനം ഞാൻ ദൈവത്തിൻ്റെ മകനായി തീരുന്നതാണ്, സ്വർഗത്തിൻ്റെ ഭാഗമായി തീരുന്നതാണ്. കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യം. നമ്മൾ ആരാണെങ്കിലും, നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും, നമ്മൾ ഏത് പള്ളിയുടെ ആൾക്കാരാണെങ്കിലും, ഞാൻ നിങ്ങൾ പറയട്ടെ പ്രിയമുള്ളവരെ, വീണ്ടും ജനിക്കാത്ത ഒരാൾക്ക് പോലും ദൈവരാജ്യത്തിലേക്ക് പ്രവേശനമില്ല. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വീണ്ടും ജനിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. നിങ്ങളോട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നു, വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ച് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീരണം. കർത്താവിൻ്റെ കൂടെ ഒരു നിത്യജീവൻ നമുക്കുണ്ട്. സ്വർഗത്തിൽ കർത്താവിൻ്റെ കൂടെ വാഴാൻ, കർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കർത്താവിൻ്റെ കുടുംബത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ കുടുംബത്തിലെ അംഗമാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവഗ്രഹത്തിൻ്റെ, ആ ദൈവഭവനത്തിൻ്റെ മെമ്പേഴ്സായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് വീണ്ടും ജനിക്കാം. യേശുവിനെ വിശ്വസിക്കാം. യേശുവിനെ വിശ്വസിച്ച് സ്വർഗത്തിൻ്റെ ഭാഗമായി തീരാൻ, ദൈവ കുടുംബത്തിൻ്റെ ഭാഗമായി തീരാൻ കർത്താവ് നിങ്ങളെ ക്ഷണിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളെ കർത്താവെ അവിടുത്തെ കുടുംബത്തിൻ്റെ അംഗമാക്കി തീർക്കാൻ, ദൈവരാജ്യത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ കർത്താവിന് ഞങ്ങളുടെ പ്രസാദം തോന്നിയല്ലോ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾ വീണ്ടും ജനിച്ചവരായി കർത്താവിനോട് ജീവിക്കാൻ കർത്താവ് ഇന്ന് പകലും ഞങ്ങളെ കർത്താവ് സഹായിക്കണം. വീണ്ടും ജനിച്ച ബോധത്തോടെ ജീവിക്കാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഈ പകലും നമുക്ക് കർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി ജീവിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.